കേരളക്കര ആകെ ഞെട്ടിയ ഒരു കൊലപാതക കേസായിരുന്നു ടി.പി. വധക്കേസ്. 2012 അതിക്രൂരമായി ഇടതുപക്ഷക്കാരനായ ടി.പി. ചന്ദ്രശേഖരനെ അതേ പാർട്ടി തന്നെ കൊന്നുകളഞ്ഞത്. അതും പാർട്ടിയുടെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ മനുഷ്യനെ അങ്ങ് ഇല്ലാതാക്കിയത്. പിണറായിയുടെ നിർദ്ദേശപ്രകാരം കൊടിസുനിയും സംഘവുമാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. കേസിൽ 12 പ്രതികളോളം പിടിക്കപ്പെടുകയും ജയിലിലാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ജയിലുകളിൽ ഇവർക്ക് സുഖവാസമായിരുന്നു. പുറത്തുള്ളതിനേക്കാൾ സൗകര്യങ്ങൾ ഇവർക്ക് വേണ്ടി പോലീസും സർക്കാരും ചേർന്ന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, അകത്ത് കിടന്നുകൊണ്ട് ബിസിനസ് വരെ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ പ്രതികൾക്ക് നിരവധി തവണ പരോളുകളും ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് സർക്കാർ തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയാം. പിണറായിയെ സഹായിച്ചവരല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കാതിരിക്കും? പക്ഷേ എപ്പോഴും പരോളുകൾക്ക് അപേക്ഷിക്കുന്നത് കൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു പിടിമുറുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതിനെതിരെ സുപ്രീം കോടതി വളരെ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് മാത്രം എന്തിനാണ് ഇത്രയും പരിഗണന കൊടുക്കുന്നത്? അവർക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നൊക്കെയാണ് കോടതി ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ കോടതി ചോദിച്ചതിൽ യാതൊരു തെറ്റും കാണാൻ കഴിയുന്നില്ല. കാരണം ഇവർക്ക് മാത്രം എന്തിനാണ് ഇത്രയും പരോളുകൾ കൊടുക്കുന്നതെന്ന് കേരള ജനത ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിണറായിയുടെ സഹായികളല്ലേ, അതുകൊണ്ടാവും ഇവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ എല്ലാ കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് LDF എന്നത്. നേരത്തെ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി നിലനിന്ന പാർട്ടിയായിരുന്നു CPM എങ്കിൽ ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിന് കുറ്റവാളികൾക്ക് കുടപിടിക്കുന്ന ഒരു പാർട്ടിയായി CPM മാറിക്കഴിഞ്ഞു. ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് പരോൾ നിഷേധിച്ചതിന് പിന്നാലെ മറ്റൊരു കുരുക്ക് കൂടി കോടതി ഇപ്പോൾ മുറുക്കിയിരിക്കുകയാണ്. നേരത്തെ കൊടുത്ത പരോളുകളിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ ഭാര്യ PG സ്മിത ഭർത്താവിന് 10 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ കടുത്ത വിമർശനം ഉന്നയിച്ചത്. ജ്യോതി ബാബുവിന്റെ പിതൃസഹോദരന്റെ മകന്റെ മരണാനന്തര കർമ്മങ്ങൾക്കായി ഭർത്താവിന് അടിയന്തര പരോൾ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. അടുത്ത ബന്ധമില്ലെന്നും പരോൾ അനുവദിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. ഹർജിയിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയാണെന്ന് പ്രത്യേകം പരാമർശിക്കാത്തതിനെ കോടതി വിമർശിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ കേസിൽ അനുവദിച്ച എല്ലാ പരോളിനെ കുറിച്ചും അന്വേഷണം വേണ്ടതാണെന്നും ഇവർക്ക് മാത്രം എന്താണ് പ്രത്യേകതയെന്നും കോടതി ചോദിച്ചത്.